ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. പ്രതിവചനം. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വായനയിലൂടെ ഇന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കപ്പെടുന്നു. അത് അവൻ കാലാകാലങ്ങളിൽ നമ്മോട് നിരന്തരം കാണിച്ചിരിക്കുന്നു. അവൻ മനസ്സോടെ സ്ഥാപിച്ച ഉടമ്പടിയിൽ എപ്പോഴും വിശ്വസ്തനും പ്രതിജ്ഞാബദ്ധനുമാണ്. കാലാകാലങ്ങളിൽ വീണ്ടും വീണ്ടും അവൻ തൻ്റെ എല്ലാ സ്നേഹവും അനുകമ്പയും കാരുണ്യവും നമ്മോട് കാണിച്ചിട്ടുണ്ട്. നാം തളർന്നു പോകുമ്പോഴെല്ലാം നമ്മിലേക്ക് എത്തിച്ചേരുന്നു. പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും പാതയിലേക്ക് വീണു ഒരിക്കൽ കൂടി അവനിലേക്ക് മടങ്ങാനും അവൻ്റെ നീതിയുടെയും പുണ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും പാത ഒരിക്കൽ കൂടി ആശ്ലേഷിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ദൈവം എല്ലായ്പ്പോഴും നമ്മെയും എല്ലാവരെയും സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളെയും ദുഷ്ടതയെയും പുച്ഛിക്കുമ്പോൾ നമ്മുടെ മാനസാന്തരത്തിലൂടെയും ആ പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടാനുള്ള ആഗ്രഹത്തിലൂടെയും അനുരഞ്ജനത്തിനും നമ്മോട് വീണ്ടും ഒന്നിക്കുവാനും അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കേട്ടത്. ദാനിയേൽ പ്രവാചകൻ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയുടെയും യാചനയുടെയും അക്കാലത്ത് അവരിൽ പലരും തങ്ങളുടെ മാതൃരാജ്യത്തിൽ നിന്ന് പ്രവാസത്തിൽ കഷ്ടപ്പെടുന്നവരായിരുന്നു. വാഗ്ദാന ദേശത്തു നിന്നും അവരുടെ പൂർവികരുടെ ദേശത്തു നിന്നും അവരുടെ ജേതാക്കളായ അസിറിയക്കാരും ബാബിലോണക്കാരും അവരെ ദൂരദേശത്തിലേക്ക് അയച്ചു. നാട് കടത്താനും താഴ്ത്താനും ജാതികളാൽ നിന്ദിക്കപ്പെടാനും അപമാനിക്കപ്പെടാനും പാപങ്ങളും തിന്മകളും അവയുടെ ദുഷ്ടതയും കർത്താവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിലെ പരാജയങ്ങളും കർത്താവ് പഠിപ്പിച്ചതും കാണിച്ചു തന്നതുമായ പാത അവർ ഉപേക്ഷിച്ചു. ശരിയായതും നല്ലതുമായ പാതയിലേക്ക് മടങ്ങാൻ അവരെ ഓർമ്മിപ്പിക്കാനും സഹായിക്കാനും അയച്ച നിരവധി പ്രവാചകന്മാരെയും ദൂതന്മാരെയും അവർ നിരസിച്ചു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ നാം എല്ലാവരും അവതരിപ്പിക്കുന്നത് പോലെ അക്കാലത്ത് വിദേശ രാജ്യങ്ങളിൽ താഴ്മയും കഷ്ടപ്പാടുകളും അനുഭവിക്കുകയും പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേൽ ജനതയുടെ പ്രവാസത്തിൽ ദാനിയേൽ പ്രവാചകന് അയച്ചതെങ്ങനെയെന്ന് നാം കേട്ടു. അവൻ അവരോട് കരുണയും അനുകമ്പയും കാണിച്ചു. ദാനിയേൽ പ്രവാചകനിലൂടെയും അവൻ അവരുടെ അടുത്തേക്ക് അയച്ച മറ്റെല്ലാ ദൂതന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും അവർക്ക് ഉറപ്പും സഹായവും അയച്ചു. താൻ അവരെ ഒരിക്കലും കൈവിട്ടിട്ടില്ലെന്നും അവർ ചെയ്ത പാപങ്ങളും തിന്മകളും പരിഗണിക്കാതെ അവൻ അവരെ എപ്പോഴും സ്നേഹിച്ചിട്ടുണ്ടെന്നും അവർ എല്ലാവരും അറിയണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. തന്നിലേക്ക് മടങ്ങി വരാൻ കർത്താവ് തൻ്റെ ജനത്തോട് ആഹ്വാനം ചെയ്തു. തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ അവൻ തൻ്റെ കൈകൾ തുറന്നു. അപ്പോൾ അവരെല്ലാം സ്നേഹത്തോടെയും തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാനുള്ള ആഗ്രഹത്തോടെയും അവൻ്റെ അടുക്കൽ വരിക എന്നതാണ്. അതുകൊണ്ടാണ് തങ്ങളുടെ പാപങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും അനുതപിക്കാനുള്ള ദുഃഖവും ഖേദവും ആഗ്രഹവും നിറഞ്ഞ
കർത്താവിൻ്റെ മുമ്പാകെ തങ്ങളെ തന്നെ അവതരിപ്പിക്കുന്നതിൽ ദാനിയേൽ ജനങ്ങളെ പ്രതിനിധീകരിച്ചത്. പാപം ദൈവജനത്തെ അവനിൽ നിന്നും അവൻ്റെ സ്നേഹത്തിൽ നിന്നും വേർപെടുത്തിയിരിക്കുമെങ്കിലും കർത്താവിൻ്റെ ഉദാരമായ സ്നേഹവും കരുണയും തൻ്റെ ജനത്തോടുള്ള അനുകമ്പയും ദയയും പ്രബലമായി. അവനിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചേരുമ്പോൾ അവൻ എക്കാലത്തെയും വർത്തമാനവും നീട്ടി. തനിക്ക് നഷ്ടപ്പെട്ടവരോട് കരുണയും ക്ഷമയും കൃപയും എപ്പോഴും സഹിച്ചു നിൽക്കുന്നു. ദാനിയേൽ പ്രവാചകൻ ദൈവജനത്തെ അവൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ പശ്ചാത്താപവും അവരുടെ ജീവിത രീതിയെ അവരുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവവും പിതാവുമായി മാറ്റാനുള്ള അവരുടെ സന്നദ്ധതയും അവർക്കെല്ലാം സമ്മാനിച്ചു. അങ്ങനെ അവർക്കെല്ലാം ദൈവം നൽകുന്ന പ്രത്യാശയുടെയും പുതിയ ജീവിതത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ഉറപ്പ് അവനിൽ നിന്ന് ലഭിച്ചു. മറ്റാരുമല്ല, അവൻ്റെ പുത്രൻ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിലൂടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ പിതാവിനെ പോലെ എല്ലാവരോടും കരുണയുള്ളവരായിരിക്കാൻ തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് യേശു തന്നെ പറയുന്ന വാക്കുകളിൽ നിന്ന് നാം കേട്ടു. അവരെല്ലാം പരസ്പരം സ്നേഹിക്കുകയും ദയയും അനുകമ്പയും കരുണയും ഉള്ളവരായിരിക്കുകയും ചെയ്യണമെന്ന് അവൻ അവരോട് എല്ലാവരോടും പറഞ്ഞു. കാരണം അവർ തന്നെ ദൈവത്തിൽ നിന്ന് വലിയ കരുണയും സ്നേഹവും ക്ഷമയും കാണിച്ചിരിക്കുന്നു. ദൈവജനം അവർക്ക് ധാരാളമായി നൽകിയ കൃപയും എല്ലായ്പ്പോഴും ആസ്വദിച്ചിരിക്കുന്നത് പോലെ കർത്താവ് എല്ലായ്പ്പോഴും അവർ ഓരോരുത്തരോടും ചെയ്ത ഉടമ്പടിയും വാഗ്ദാനവും ദീർഘിപ്പിച്ച് പുതുക്കിയതുപോലെ ക്ഷമയോടെ പരിപാലിച്ചു. അവൻ അവർക്ക് കാണിച്ചു തന്ന പാതയിലൂടെ അവരെ നയിക്കുകയും ചെയ്യുന്നു. അതിനാൽ ദൈവജനം എന്ന നിലയിൽ നാം എല്ലാവരും ഓരോ നിമിഷവും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കർത്താവിൻ്റെ ഇതേ പാത പിന്തുടരുന്നത് തുടരണം. ഇന്ന് നോമ്പിൻ്റെ ഈ സമയത്തും നാം പുരോഗമിക്കുമ്പോൾ തന്നെ അനുഗമിക്കാനും അവൻ്റെ ദയ, സ്നേഹം, ക്ഷമ, കൃപ എന്നിവ ഒരിക്കൽ കൂടി ആശ്ലേഷിക്കാനും കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്ന് നാം ഓർക്കണം. അതിനാൽ കർത്താവിൽ നിന്ന് ഈ വിളിയും ദൗത്യവും ലഭിക്കുകയും ഈ നോമ്പ് കാലത്ത് ഈ സമയവും അവസരങ്ങളും ലഭിക്കുകയും ചെയ്തതിനാൽ തിന്മയുടെയും പാപത്തിൻ്റെയും പ്രലോഭനങ്ങളെ ചേർത്ത് തോൽപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ദൈവമാർഗത്തിൽ കൂടുതൽ വിശ്വസ്തയോടെ സഞ്ചരിക്കാം. ലൗകിക മഹത്വവും ആനന്ദങ്ങളും നമ്മെ വഴിതെറ്റിക്കുകയും ചെയ്യും. തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും പാപത്തിൻ്റെയും പാതയിൽ നിന്ന് അകന്നു പോകാനും ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സമയവും അവസരങ്ങളും നാം ഈ നിമിഷങ്ങൾ നന്നായി ഉപയോഗിക്കണം. അവൻ്റെ കൃപയും നീതിയും നിറഞ്ഞു നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ മുമ്പാകെ താഴ്മയുള്ളവരായിരിക്കുകയും നമ്മുടെ ജീവിത രീതി എത്രമാത്രം അധപതിച്ചതും ദുഷ്ടവുമായിരിക്കുന്നുവെന്നും അവൻ്റെ കൃപയും സ്നേഹവും രക്ഷയും നമുക്ക് എത്രമാത്രം ആവശ്യമാണെന്നും സമ്മതിക്കാം. നാം എല്ലാവരും ദുഷിച്ചവരും അയോഗ്യരുമായ പാപികളാണെന്നും ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും വലിയ ആവശ്യക്കാരാണെന്നും നമുക്കെല്ലാവർക്കും തിരിച്ചറിയാം. കാരണം നമ്മെ സുഖപ്പെടുത്താനും നമ്മുടെ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിക്കാനും അവന് മാത്രമേ കഴിയൂ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാനും യഥാർത്ഥ സന്തോഷത്തിലേക്കും നിത്യജീവനിലേക്കുമുള്ള വഴി നമുക്കായി തുറന്നിടാനും അവന് മാത്രമേ കഴിയൂ. നാം ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം എല്ലാവരും കർത്താവിൻ്റെ പാതയിൽ നിന്ന് അകന്നുപോയ അയോഗ്യരായ ആളുകളാണെന്ന് അഭിനന്ദിക്കാനും അംഗീകരിക്കാനും താഴ്മയുള്ളവരല്ലെങ്കിൽ ഈ നീതിയുടെയും പുണ്യത്തിൻ്റെയും പാതയിൽ കൂടുതൽ മുന്നേറാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തെയും അവൻ്റെ അത്ഭുതകരമായ സ്നേഹത്തെയും കാരുണ്യത്തെയും ആശ്ലേഷിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെയും നീതിയുടെയും പാതയിൽ
തുടർന്നും സഞ്ചരിക്കാൻ ഇന്നും നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് അവൻ്റെ ഉദാരമായ സ്നേഹത്തിലും അനന്തമായ കാരുണ്യത്തിലും അവൻ എപ്പോഴും നമ്മോട് കാണിച്ചിട്ടുള്ള എല്ലാ അനുകമ്പയിലും ദയയിലും നമ്മെ എല്ലാവരെയും അത്ഭുതകരമായി സ്നേഹിക്കുകയും അവനിലേക്ക് വിശ്വാസത്തിൻ്റെ യാത്രയിൽ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും നാം എപ്പോഴും അവന് പ്രസാദകരമായത് ചെയ്യും. തിന്മയുടെയും പാപത്തിൻ്റെയും എല്ലാ പ്രലോഭനങ്ങളും നിരസിച്ചുകൊണ്ട് അവനോട് കൂടുതൽ അടുക്കാൻ അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും കൂടുതൽ യോഗ്യരും നീതിമാനും ആയിത്തീരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മെ എല്ലാവരെയും തൻ്റെ വിശുദ്ധ സാന്നിധ്യത്തിലേക്ക് നയിക്കട്ടെ. നമ്മുടെ നോമ്പുകാല ആചരണങ്ങളെയും യാത്രകളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.